ആരും ഇല്ലാത്ത നേരത്താ നിന്റെ അണ്ണം വന്നത്. വിശേഷങ്ങൾ ചോദിക്കാൻ നിന്നപ്പോഴാ മിണ്ടാനും കേൾക്കാനും കഴിയാത്ത ആളാണെന്ന് അറിഞ്ഞത്. നീ ആണെങ്കിൽ അത് എന്നോടിട്ട് പറഞ്ഞതുമില്ല. പെട്ടെന്ന് പോണോന്ന് പറഞ്ഞു. ഇപ്പഴേതാ പൊള്ളാച്ചിക്ക് ബസ്? നീ എപ്പോഴാ വരിക? ഞാൻ പോനാ അമ്മാക്ക് കഷ്ടമാ ഇരിക്കൂല്ലേ? അത് സാരമില്ല, നിനക്ക് പോണ്ടേ? പൊയ്ക്കോ, അണ്ണം വന്നതല്ലേ. നിന്റെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം കാണും. ഇത് വെച്ചോളൂ, ഒരു വഴിക്ക് ഇറങ്ങുന്നതല്ലേ. നിന്റെ അണ്ണന് തമിഴും മലയാളവും എല്ലാം ഒരേ ശബ്ദ. നിന്റെ മുഖം കണ്ടിട്ട് നിനക്കവിടെ ഇഷ്ടമില്ലാത്ത കല്യാണം ആലോചിച്ച പോലെ ഉണ്ടല്ലോ പെണ്ണെ. ധൈര്യമായിട്ട് പോയിട്ട് വാ. ആ ബാഗ് ഞാൻ പേടിക്കേണ്ട മുന്നിൽ നടന്നോ, ഞാൻ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. വേഗം നടക്ക്. തന്നോട് ആരുടെ കോപ്പി ഇതിലെ പോകാൻ പറഞ്ഞത്? ഞാൻ അവിടെ നിൽക്കുന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ വരാൻ പറഞ്ഞ ഇടവഴിയിൽ പരിചയമുള്ള 1-2 ആളെ കണ്ടു. ഇനിയിപ്പേ ഈ സഹോദര ബന്ധം ഇതോടെ മറന്നേക്കണം. രഹസ്യമാണെന്നും വിചാരിക്കണ്ട, പരസ്യം തന്നെ. താനിത് ആരോടെങ്കിലും പറഞ്ഞാലും വലിയ പ്രശ്നമില്ല. പോ. ശരി. അണ്ണൻ എപ്പടി? പാത്താ കാലം മാതിരി ഇരിക്ക്. സാരമില്ല, സമാധാനപരമായ കുടുംബജീവിതത്തിലേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ഇനിയിപ്പോ എങ്ങോട്ടാ? നേരെ പൊള്ളാച്ചിക്കോ അതോ പോലീസ് സ്റ്റേഷനിലേക്കോ? അച്ഛൻ ഇത്ര വേഗം നമ്മളെ ഈ പൊള്ളാച്ചി കൊണ്ടിടുമെന്ന് ഞാൻ കരുതിയില്ല. ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന ഇതാ. നാം എപ്പോ വെളിയിൽ പോവാ? ഇനി ആർക്ക് വെളിയിൽ പോണം? നാളെ രാവിലെ അച്ഛന് ഈ ചാമ്പൽപ്പര തുറക്കും. അതുവരെ ഇവിടെ വിയർപ്പ് തുള്ളികൾ ഒഴുക്കി നഷ്ടപ്പെട്ടു പോയ ആ ശാന്തി മുഹൂർത്തം നമ്മൾ വീണ്ടെടുക്കും. ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? എന്നാ മനസ്സിലാകുന്ന ഭാഷയിലെ ഞാൻ ഇത്തിരി ആംഗ്യം കാണിക്കാം. അണ്ണൻ വന്ന് കൊണ്ടുപോയെന്നാ പറഞ്ഞത്. പറമ്പി കിളയ്ക്കാതെ ഇതിനകത്തിരുന്നെങ്കിൽ ആ അണ്ണനെ ഒന്ന് പരിചയപ്പെടായിരുന്നു. ഇനി കുറച്ചു കാലം ഈ കൃഷി ഒന്ന് നിർത്തണം. അമ്മാവൻ എന്താ ഉറങ്ങിയില്ലേ? അനന്തരവനും ഉറക്കം വരുന്നില്ല അല്ലേ? ഗോപികൃഷ്ണനും ഉറങ്ങിയിട്ടില്ല. ഒരുത്തൻ 2 ദിവസത്തേക്കാണെന്ന് പറഞ്ഞ് ടൂറിനെങ്ങാണ്ട് പോയിട്ടുണ്ട്. അവന്റെ കാര്യം എന്താണാവും? கவுண்டர் ஐயாவுக்கு இப்ப வலி எப்படி இருக்கீங்க? 1 மணி நேரத்துக்கு ஒரு தடவை எண்ணெய் தடவணும், 10 நிமிஷத்துக்கு ஒரு தடவை வெந்நீர் ஒத்தடம் கொடுக்கணும்னு வைத்தியர் சொல்லியிருக்காரு. அவங்களுக்கு தவறி விழுந்தது கூட பெருசா வலி தெரியல. நம்ம பொண்ணு பவளத்தை பார்க்க முடியலையேங்கிற மனவலிதான் அதிகமா இருக்கு. അങ്ങനെ നോക്കുമ്പോ ഈ വീഴ്ച ഒരു അനുഗ്രഹമാണെന്ന് കരുതിയാ മതി. പോവാഞ്ഞ് നന്നായി. நாயர என்னையா சொல்ற? பொண்ணும் மாப்பிள்ளையும் எப்பவும் டூர்ல இருக்கிறதாக பவுளன் லெட்டர் எழுதியிருக்கு. அவங்க ஊர்ல இல்லாத டைம்ல நீங்க அங்க போனா நல்லா இருக்கான்னு சொன்னேன். அதுவும் சரிதான் ஐயா. கருப்பையா ஐயா, நீதான் அந்த ஊர் பக்கம்லாம் போறிய, அம்மா கிட்ட அட்ரஸ் வாங்கிட்டு போய் நம்ம பவளத்தையும் மாப்பிளையும் ஒரு பார்வை பார்த்துட்டு வா. சரிங்க. ஏங்க, நம்ம தோட்டத்து மாம்பழம்னா பவளத்துக்கு ரொம்ப பிடிக்கும். ஒரு கூட அனுப்பட்டுமா? ஒரு கூட என்னடி, 4 கூட கொடுத்து அனுப்பு. கருப்பையா, பாப்பா கிட்ட சொல்லு அப்பாவும் அம்மாவும் கூடிய சீக்கிரம் வந்து பாக்குறோன்னு. என்ன? சரிங்க. இந்த புது அவதாரம் யாரு? கருப்பையா யாரு? அவரு நம்ம லாரி மாமா. ലോറി മാമനോ? അയാളാണോ ഈ ലോറി കണ്ടുപിടിച്ചത്? ஐயோ அது இல்ல, லாரி மாமா நம்ம சொந்தக்காரரு. அவர்தான் எங்க லாரியை ஓட்டிக்கிட்டு இருக்காரு. அப்பா என்ன പറഞ്ഞാലും അങ്ങനെയേ ചെയ്യും. ആ മാമനെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ എന്താ മോളെ ഒരു പണി? മാമാ എങ്ക? ഞാനേ ഒരു സാധനം തരാം, വേണ്ടാന്ന് പറയരുത്. സ്നേഹിക്കേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്നേഹം തോന്നുമ്പോഴേ എനിക്ക് പനി വരുമാനായി വിറയ്ക്കുന്നത്. എനിക്ക് വലിപ്പച്ചെറുപ്പമില്ല, സ്നേഹം തോന്നിയ ഒട്ടുമില്ല. ലോറി മാമ, ലോറി മാമ, ലോറി മാമ.
ലോറി மாமா யாரா அவன் என்ன இவ்வளவு அன்பா கூப்பிடுறது? மாமா நான் தான் ஹரி. மாப்பிள, நான் இங்க இருக்கேன்டா. மாமா மாப்பிள, மாமா மாப்பிள, അയ്യോ ലോറി മാമന് ഫുൾ ടാങ്ക് ആവാൻ ഇനി എത്ര കൂടി വേണം? லாரி பாம்பே போகணும், ഓ, அதனால இது போதும். കാട്ടാ പോകാൻ அப்ப பவளம் വീട്ടില ഇല്ല. ഇല്ല. പവിഴം അമ്മയോടൊപ്പം തറവാട്ടിൽ ഉത്സവത്തിന് പോയിരിക്കുക. എനിക്കാണെങ്കിൽ ഓവർ ടൈമും ഓഫീസിൽ നിന്ന് തിരിയാൻ സമയമില്ല. അതല്ലേ ഞാൻ പോവാത്തത്. സാപ്പിടുക നല്ല നല്ല. പവിഴം, നിന്റെ ലോറി മാമനെ കണ്ടു. വയറ് നിറച്ച് ചാരായം മേടിച്ചു കൊടുത്ത് ഞാൻ അയാളെ ബോംബെക്ക് അയച്ചു. ലോഡ് ബോംബെക്കായിരുന്നു. ദൈവം നമ്മുടെ കൂടെയാ. എന്റെ ട്രാൻസ്ഫർ ശരിയാവുന്നവരെ നമ്മുടെ സത്യം ആരും അറിയാൻ പോകുന്നില്ല. കുടിച്ച സാരായം വയറ്റിൽ വന്ന ഉടനെ ലോറി മാമ ബമ്പായിക്കൊണ്ടും പോകലേ, നേരെ ഇങ്ങോട്ട് താൻ വന്നു. ഇങ്ങോട്ടോ? ആ, അവരിങ്ങ വந்தாரு. എന്നെയും കണ്ടാரு, അതുക്ക് മുന്നേ ഉങ്ക അമ്മാവെയും കണ്ടാரு. மாமா அம்மையோட ஒன்னும் பறஞ்சிല്ല. என் கையை பிடிச்சாரு, கொஞ்ச நேரம் கரைஞ்சாரு, அப்புறம் போயிட்டாரு. നിനക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു പനി വരാൻ? വല്ലതും കണ്ട് പേടിച്ചോ മോനെ? കാലാവസ്ഥ മാറിയതുകൊണ്ടാ. അതിനിവിടെ അടുത്ത കാലത്ത് കാലാവസ്ഥയൊന്നും മാറിയില്ലല്ലോ. ആ, ഞാനത് പറയാൻ മറന്നുപോയി. ആ പവിഴത്തിന്റെ ബന്ധത്തിൽ ആരോ ഇവിടെ വന്നിരുന്നു. ഇരിക്കാൻ പറഞ്ഞിട്ട് കാപ്പി എടുത്ത് ചെല്ലുമ്പോഴേക്കും പോവുകയും ചെയ്തു. അന്ന് പൊള്ളാച്ചി പോയി വന്നതിന് ശേഷം അവക്ക് എന്തോ ഒരു മന്ദതയുണ്ട്. അവിടെ അവൾ എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട്. തൊലി വെളുത്തിട്ടാണെന്നും പറഞ്ഞ് കാര്യമൊന്നുമില്ലടാ. ഉള്ളിൽ എന്തെങ്കിലും കള്ളത്തരം കാണും. അയ്യോ, നിനക്ക് പിന്നെയും ചൂട് കൂടിയല്ലോ. മാമ, എന്തേ? അവരെ അവരെ പന്നി പിടിച്ചു. ആരെ? അവരെ അമ്മ വേഗം ചെല്ലാൻ പറഞ്ഞു. എന്താ? ഹരിക്ക് നല്ല പനി. ഷോ, ഇവനെ പന്നി പിടിച്ചെന്നല്ലേ പവിഴം എന്ന് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഒരു പനി വരുന്നത് നല്ലതാ. ഇതൊരു സാധാരണ പനിയല്ലേ, സാരമില്ല. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പനി വരാൻ? പനി വരാൻ എന്തെങ്കിലും കാരണം വേണോ പെങ്ങളെ? ഒന്ന് നന്നായിട്ട് പേടിച്ചാ പോരെ. കൃഷ്ണ ഗോവിന്ദ നാരായണ ഗുരുവായൂരപ്പ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പവിഴ എന്റെ ഭാര്യയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3-4 മാസമായി. ചതിക്കായിരുന്നോ? എന്താടാ നിന്റെ വിളി കേട്ടാ ഞാൻ വന്നത്. നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. കിടന്നോ. നല്ലപോലെ വേർത്തിട്ടുണ്ട്. നന്നായി. പനിക്കൊരാശ്വാസം കിട്ടുമല്ലോ.